ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂഷൻ സെന്റർ മടത്തുംപടി. ഇന്ന് നമ്മൾ ക്രാഷ് കോഴ്സ് തുടങ്ങിയാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ. ഈ വരുന്ന ജനുവരി 16 മുതൽ ജനുവരി 31 വരെയാണ് ക്ലാസ്സുകൾ. ഒരു ചാപ്റ്ററിന് 100 റുപ്പീസ് ആണ് എൻ്റെ ചാർജ് വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കാരണം 50 കുട്ടികൾക്ക് മാത്രമാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയുക. ഓൾറെഡി നമ്മൾ മാത്സിന്റെ ക്രാഷ് തുടങ്ങിയപ്പോൾ ഇതുപോലെ 50 പേർക്ക് പറഞ്ഞിരുന്നു. പിന്നീട് വന്നവർക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. സോ പ്ലീസ് ജോയിൻ ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊരു ഡെമോ വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെയാണ് ക്ലാസ്സുകൾ പോവുക. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന sunny771988@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു റിക്വസ്റ്റ് വെക്കുക ആപ്ലിക്കേഷൻ ഫോമിനായിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So this is the demo video. If you are interested to join before we reach 50 students, here was SSLC class 10 physics crash from January 16 to 31. Day 1, chapter 1, wave motion, topic 1, waves and their classification, part 1. അത് നമ്മൾ കുറച്ച് തിയറി പറയും. Then just നമ്മൾ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ഇന്ന് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ടോപ്പിക് 1, വേവ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഓൺലൈൻ ട്യൂഷനിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ, ക്വിക്ക് റിവ്യൂ മാത്രം. വേവ്സ് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെക്കാനിക്കൽ വേവ്സും, രണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. ക്ലിയർ? എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പഠിക്കാം. When a wave traveling in one medium passes to another medium, the speed and wavelength of wave changes, but frequency remains same. This is one of the important point. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഏത് ഘടകമാണ് ചേഞ്ച് ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം ഫ്രീക്വൻസി ആണ്. രണ്ട് ഘടകങ്ങൾ ചേഞ്ച് വരും. ഒന്ന് ദ സ്പീഡ് ആൻഡ് വേവ് ലെങ്ത്. സ്പീഡും ചേഞ്ച് വരാം, വേവ് ലെങ്ത്, വേവിന്റെ നീളത്തിന് മാറ്റം വരാം. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി, ആവൃത്തിക്ക് ഒരിക്കലും മാറ്റം വരില്ല. During wave propagation, only energy flows from one point to another. Medium particles only oscillate about their mean position. വേവ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തുള്ള എനർജി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയുള്ള പാർട്ടികൾ ഒന്നില്ലെങ്കിൽ അവർ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പെർപെൻഡിക്കുലർ ആയിട്ട് കമ്പനി ചെയ്യും, അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിലേക്കും ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ കമ്പനി ചെയ്യും. അവരവരുടെ സ്ഥലത്ത് തന്നെ എപ്പോഴും ഉണ്ടാവും. മനസ്സിലായോ? മൂന്നാമത് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. Speed is equal to frequency into wavelength, and speed is denoted by v, and the frequency is denoted by f, and wavelength is denoted by lambda. So v is equal to f lambda. Please remember this equation. Okay. Some key terms. Wave motion. What is wave motion? It is the propagation of disturbances produced in one part of the medium by the vibration of its particles to all the other parts. അതായത് ഇപ്പൊ നമ്മളൊരു വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഉണ്ടാക്കിയ ഒരു വൈബ്രേഷൻ, ഒരു ഡിസ്റ്റർബൻസ് എന്താണ് മറ്റു ഭാഗങ്ങളിലേക്ക് എന്താണ് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ അതിന് ചുറ്റും എന്താ വട്ടം ഉണ്ടായി. നമ്മൾ അതിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. ഇങ്ങനെ മുന്തിയും താന്നുള്ള ഇങ്ങനെയുള്ള വേവാണ് അവിടെ ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദി മീഡിയം ബൈ ദ വൈബ്രേഷൻ ഓഫ് ഇറ്റ്സ് പാർട്ടിക്കൽസ് ടു ഓൾ ദി അതർ പാർട്സ്. ഇവിടെ ഉണ്ടായ ഈ വൈബ്രേഷൻ മറ്റു പാർട്ടികൾക്ക് കൈമാറ്റം ചെയ്ത് ഈ മീഡിയം, ഇവിടെ മീഡിയം വാട്ടറാണ്, വാട്ടറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. സോ അതിന് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അത് മനസ്സിലാക്കണോ, അല്ലാത്തവർ ജോയിൻ ചെയ്യാം. ഓക്കെ, മെക്കാനിക്കൽ വേവ്സ്. ദീസ് വേവ്സ് നെസസറിലി റിക്വയർ മെറ്റീരിയൽ മീഡിയം ഫോർ ദിയർ പ്രൊപ്പഗേഷൻ. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഇപ്പൊ നമുക്ക് ശബ്ദത്തിന് കടന്നു പോകാനായിട്ട് എന്തെങ്കിലും വാട്ടർ വേണം, അല്ലെങ്കിൽ സോളിഡ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ശൂന്യാകാശ ശബ്ദം കേൾക്കാത്തത്, കാരണം അവിടെ കടന്നു പോകാൻ ഒന്നുമില്ല. മെക്കാനിക്കൽ വേവ്സിന് അവർക്ക് കടന്നു പോകാൻ എന്തെങ്കിലുമൊക്കെ ഒരു മീഡിയം വേണം. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, മീഡിയം, മെറ്റീരിയൽ മീഡിയം നീഡഡ്. അതാണ് മെക്കാനിക്കൽ വേവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാന്ത്രിക തരംഗങ്ങൾ. These waves travel in the medium through the vibration of medium particles about their mean position. അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ മൂലമാണ് അവര് വേവ് കടന്നു പോകുന്നത്. ദീസ് വേവ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. എന്ത് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്, ഉണ്ടോ? എന്നാൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദം കൂടിയ മേഖലകൾ ഇങ്ങനെ, പിന്നെ മർദ്ദം കുറഞ്ഞ മേഖല, പിന്നെ വീണ്ടും മർദ്ദം കൂടിയ മേഖല, പിന്നെ മർദ്ദം കുറഞ്ഞ മേഖല. ഇവിടെ മുകളിലേക്കും താഴേക്കുമാണ് മീഡിയത്തിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ
ലെഫ്റ്റ് റൈറ്റ് എന്നാണ്, ഇങ്ങനെയാണ്. സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നീട് നമ്മൾ ഡിഫറൻസ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ അത് കഴിഞ്ഞു. Then electromagnetic waves. These are formed by the periodic vibration of mutually perpendicular electric and magnetic fields in a plane normal to the direction of wave propagation. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞ ലൈറ്റ്, പ്രകാശം എടുക്കാം. പ്രകാശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ, ഇങ്ങനെ. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ നേരെ ഇങ്ങനെ വന്നിട്ട് ഉണ്ടോ, ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു മീഡിയം ഉണ്ട്, ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, ഒരു ബുക്ക് ഇങ്ങനെ വെച്ച പോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ക്ലിയർ ആണോ? ഇതിപ്പോ ഈ പറയുന്ന വേവ് ഇങ്ങനെയാണ് പോണെങ്കിൽ ഈ വേവിന് പെർപെൻഡിക്കുലർ ആണ് ഈ രണ്ട് മീഡിയവും, അതായത് ഇലക്ട്രിക് മീഡിയവും ഇലക്ട്രിക് ഫീൽഡും ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായോ? ക്ലിയർ? സോ ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, എന്നാൽ വേവ് കടന്നു പോകുന്ന പാത, ആ വഴിക്ക് അത് രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേവ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, മീഡിയം ഇസ് നോട്ട് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. മീഡിയം ആവശ്യമില്ല. അതുകൊണ്ടാണ് സൂര്യനുള്ള പ്രകാശം ഇവിടെ ശൂന്യാകാശമായിരുന്നിട്ടും ഇവിടെ എത്തുന്നത്. ദേ ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. അവർ ട്രാൻസ്വേഴ്സ് വേവിനെ പോലെയാണ് എന്താണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ശബ്ദതരംഗങ്ങൾ, സൗണ്ട് വേവ്സ്. ശബ്ദതരംഗങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാള് ശബ്ദം പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ആ ശബ്ദതരംഗങ്ങൾ എന്താണ് അവിടെയുള്ള വായു തന്മാത്രകളെ എന്താണ് അവർ ചെന്ന് ഇടിക്കുമ്പോൾ ആ വായു തന്മാത്രകൾ മുന്നോട്ട് പോകുന്നു കണ്ടോ, എന്നിട്ട് അവർ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് എത്തുന്നു. പിന്നെ എന്താണ് തിരിച്ച് ബാക്കിലേക്ക് വരുന്നു. അപ്പൊ അവിടെ നിന്നും അവർ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്കൊക്കെ അവർ ഒരുമിച്ച് കൂടുകയും ഇടയ്ക്ക് റിലീസ് ആവുകയും ചെയ്യും, വീണ്ടും ഒരുമിച്ച് കൂടുകയും വീണ്ടും റിലീസ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഒരുമിച്ച് കൂടുന്ന പോർഷൻ നമ്മൾ കംപ്രസ്ഡ് ഏരിയ ആണ്, മറ്റേത് റെയർ ഫ്രാക്ഷൻ എന്ന് പറയും. മർദ്ദം കൂടിയ മേഖലകളും മർദ്ദം കുറഞ്ഞ മേഖലകളും. അങ്ങനെയുള്ള മർദ്ദം കൂടിയ മേഖലകളും മർദ്ദം കുറഞ്ഞ മേഖലകളും ഉള്ളവയാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയുന്നത്. A wave in which the particles of the medium vibrate in the direction parallel to the direction of the propagation of the wave. This creates compressions, അതാണ് ഇപ്പോൾ പറഞ്ഞത്, and rarefactions alternatively in the medium. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ഈ പാർട്ടിക്കിൾസ് വേവ് കടന്നു പോകുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ആ വേവ് കടന്നു പോകുന്ന അതേ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഊഞ്ഞാലാടുന്നത്, ഊഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നു, വീണ്ടും തിരിച്ചു വരും ആണോ. അതുപോലെയാണ് ഇവിടെ ഇങ്ങോട്ട് പോവാ, തിരിച്ചു വരാ, തിരിച്ചു പോവാ, തിരിച്ചു വരാം ആണോ. വേവ് പോകുന്ന അതേ ഡയറക്ഷനാണ്, പാരലാണ് അതിനകത്ത് ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്. ട്രാൻസ്വേഴ്സ് വേവ് ഇപ്പൊ പറയുന്ന നേരെ ഓപ്പോസിറ്റ്. അതായത് വേവ് എങ്ങോട്ട് പോകുന്നു? ഇപ്പൊ നമ്മളൊരു ഒരു വള്ളിയിൽ നമ്മൾ ഒരു റിബൺ കെട്ടിയിട്ട് ഈ വള്ളി നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിബൺ മുകളിലേക്കും താഴേക്കും പോകും, റിബൺ എങ്ങും പോകില്ല. മനസ്സിലായോ? അതായത് വേവ് ഇങ്ങോട്ട് പോകുമ്പോൾ ആ വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിബൺ എന്ത് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത്. അത്തരം വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ വീതി ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ട്രാൻസ്വേഴ്സിന് ഇങ്ങനെ പൊന്തിയ ഭാഗത്തിന് ക്രസ്റ്റ് എന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ട്രഫ് എന്നും പറയും. ഇങ്ങനെയുള്ള ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്നതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. സോ എ വേവ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഇൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവ് എങ്ങോട്ടാണോ പോകുന്നത് അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതിന് ലംബമായിട്ട് കമ്പനേറ്റ് ചെയ്യുന്ന വേവ് ആണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ദേ ഫോമിങ് ക്രസ്റ്റസ് ആൻഡ് ട്രഫ്സ്. അവരെന്തുണ്ടാകുന്നു? ക്രസ്റ്റുകൾ ഉണ്ടാകുന്നു, ട്രഫുകൾ ഉണ്ടാകുന്നു. വേവ് ലെങ്ത്. It is a distance between two consecutive particles which are in the same phase of vibration. അതായത് നമ്മൾ ഒരു വേവ് എടുക്കുകയാണെങ്കിൽ ആ വേവിന്റെ നീളം, ഈ നീളമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വേവ്, ഈ വേവിന്റെ നീളം, അതാണ് വേവ് ലെങ്ത്. അല്ലെങ്കിലോ നമ്മളിങ്ങനെ വേവ് ഇങ്ങനെ വരച്ചു പോകുമ്പോൾ ആ വേവില് ഒരേ പൊസിഷൻ ഇതേപോലുള്ള ഒരു പൊസിഷൻ ഇവിടെയാണ്, അപ്പൊ അത് തമ്മിലുള്ള അകലം. അല്ലെങ്കിലോ ഇവിടത്തെ പോലത്തെ ഒരു പൊസിഷൻ ഇവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അകലം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പൊസിഷൻ വരുന്നത് ഇവിടെയാണ്, അതുകൊണ്ട് അവർ തമ്മിലുള്ള അകലം. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ബൈ ദ ലെറ്റർ ലാംഡ. ഇത് ലാംഡ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. സോ വേവ് ലെങ്ത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് തൊട്ടടുത്തുള്ള പാർട്ടിക്കിൾസ് വിച്ച് ആർ ദ സെയിം ഫേസ്, ഒരേപോലെ ഇരിക്കുന്ന പാർട്ടിക്കിൾസ്. അത് മനസ്സിലായോ? നമ്മളിങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിൾ എടുത്താൽ ഇതുപോലെ പിന്നെ എപ്പോഴാ വരാ, ഇവിടെ എപ്പോഴാ വരാം, ഇവര് തമ്മിലുള്ള അകലം, ദാറ്റ് ഈസ് ലാംഡ. ഓക്കെ, ദിസ് ഈസ് ഈക്വലന്റ് ടു ദ ഡിസ്റ്റൻസ് അഡ്വാൻസ്ഡ് ബൈ ദ വേവ്
wave by the time particles has completed one vibration. അതായത് it is distance advanced by the wave by the time particle have completed one vibration. ഒരു vibration എന്ന് പറയുന്നത് കണ്ടോ ഇതും ഒരു ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസും വേവ് ലെങ്ത് ആണ്. It is denoted by the letter lambda. The unit of wavelength is meter. ഈ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഇപ്പൊ നമ്മളൊരു ഊഞ്ഞാൽ ആടുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു കുട്ടീനെ വിളമ്പരം പൊക്കിയിട്ട് വിടാം. അപ്പൊ അത് ഇങ്ങനെ വിളമ്പട്ട് തിരിച്ചു വരും. ഇതാണ് ഊഞ്ഞാൽ വെറുതെ നടന്ന സ്ഥലം. അവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണത് ആംപ്ലിറ്റ്യൂഡ്. ഇതുപോലെ നമ്മളൊരു വേവ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ വേവിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ, ഇതിന്റെ സാധാരണ നിലയിൽ നിന്ന് എന്തോരം വരും ആ വേവ് പൊങ്ങും അല്ലെങ്കിൽ എന്തോരം വരും താഴും, ദാറ്റ് ഈസ് നോൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ? ആയതി. So it is the maximum displacement of a particle from its mean position. Mean position എന്ന് പറഞ്ഞാൽ നോർമൽ സൈഡ്. നമ്മൾ ആ ഊഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ വെറുതെ ഊഞ്ഞാൽ ആടാതിരിക്കുന്ന സമയം, അതാണ് മീൻ പൊസിഷൻ. It is denoted by the letter A and its unit is meter. And the letter A ആണ് യൂണിറ്റ് മീറ്റർ ആണ്. Then frequency. It is the number of vibration occurred in 1 second. ഒരു സെക്കൻഡിൽ ഉള്ള നമ്പർ ഓഫ് വൈബ്രേഷൻ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ കടന്നുപോയി, അതാണ് എന്താ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ്, HZ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതിന് മുന്നേ ടൈം പീരിയഡ്. The time taken by a particle to complete one vibration or oscillation is denoted by capital T. The unit is second. അത് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ ഊഞ്ഞാലാടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഊഞ്ഞാലാടി ഇവിടെ വരും പോയി തിരിച്ചു വന്നു, തിരിച്ചു പോയി ഇവിടെ. അപ്പൊ ഇവിടെയാണ് ഒരു ഊഞ്ഞാലാട്ടം. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ പോകുന്നു, ദാറ്റ് ഈസ് ഇങ്ങനെ കണ്ടോ, തിരിച്ചു വരുന്നു. ഓക്കെ, ഇവിടെ എത്തി. ഓക്കെ, ദെൻ ഇങ്ങോട്ട് പോകുന്നു ഓപ്പോസിറ്റ് സൈഡിൽ, ദെൻ തിരിച്ചു വരുന്നു. സോ ദിസ് ഈസ് വൺ വേവ്. ഇതിനെടുത്ത സമയം ഇവിടെ നിന്ന് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് 5 സെക്കൻഡ് 6 സെക്കൻഡ് 15 സെക്കൻഡ്. അപ്പോ ഒരു ആട്ടം, ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു വേവ് അതിനെടുത്ത സമയം, എത്ര സമയം കൊണ്ടാണ് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയത്, ദാറ്റ് ടൈം ഈസ് നോൺ ആസ് ടൈം പീരിയഡ്. ഓക്കെ, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, two waves A and B have wavelength 2 meter and 5 meter respectively. Which one of them has higher frequency? രണ്ട് വേവ് ഉണ്ട്, വേവ് A and വേവ് B. Have wavelength of 2 meter and 5 meter respectively. വേവ് എയുടെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്ററും, ഓക്കെ, ആൻഡ് വേവ് ബിയുടെ വേവ് ലെങ്ത് എന്ന് 5 മീറ്ററുമാണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദം ഹാസ് ഹയർ ഫ്രീക്വൻസി? ഫ്രീക്വൻസിനകത്ത് കൂടുതൽ ആർക്കാണ്? ഫ്രീക്വൻസി ആണുള്ള ഇക്വേഷൻ എന്താണ്? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 by വേവ് ലെങ്ത്, ദാറ്റ് ഈസ് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by lambda. ഇത് നമ്മൾ ആലോചിക്കണം. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം പോയി എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഇത് ഞാൻ വര വരച്ചു, ഇവിടെ ഒരു വര വരച്ചു, വലിയൊരു വേവ് പറഞ്ഞോളൂ. ചെറിയൊരു വേവ് ആണെങ്കിലോ കുറെ എണ്ണം ഉണ്ടാവും. സോ വേവ് ലെങ്ത്തും കുറയും തോറും എണ്ണം കൂടും. 1 2 3. ഇവിടെ 3 വേവ് ഉണ്ട്, ഇവിടെ ഒരു വേവ് ഉള്ളൂ. അപ്പോൾ ഈ എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വേവിന്റെ നീളം കുറയുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഫ്രീക്വൻസിയും വേവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ വേവ് ലെങ്ത് ഫ്രീക്വൻസി എന്താണ്? ഹയർ. ഇത് കൂടണമെങ്കിൽ ഈ വേവ് ലെങ്ത് എന്തായിരിക്കണം? കുറവായിരിക്കണം. വേവ് ലെങ്ത് കുറവ് 2 മീറ്റർ ആണ്. 5 മീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ 2 മീറ്റർ ആണ് വേവ് ലെങ്ത് കുറവ്. 2 മീറ്റർ ആർക്കാണ്? എക്കാണ്. സോ വേവ് എ ഹാസ് ഹയർ ഫ്രീക്വൻസി. ക്ലിയർ? If frequency of wave is 20 Hz, what is the time period of vibration? Time period of vibration കാണാനായിട്ട് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ എടുക്കണം. അത് മനസ്സിലാക്കണം. Time period is equal to 1 by f. ഈ ഫോർമുല ഓർത്തിരിക്കണം. Very important. So just put the value here. 1 by എന്താണ്? 20. 1 by 20 ചെയ്യുമ്പോൾ 0.05 സെക്കൻഡ് കിട്ടും. കിട്ടിയോ? 1 by 20 ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 1 by 20 ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുക? 5 കൊണ്ട് ഗുണിക്കുക. മുകളിൽ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുക. മുകളിൽ 5 ഡിവൈഡ് ബൈ 20 into 5 എന്ന് പറഞ്ഞാൽ 100. ഒരു സംഖ്യയെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 0.04. രണ്ട് സ്ഥാനം കഴിഞ്ഞ് കുത്തണം. ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്, ഒരു സ്ഥാനമില്ല, അപ്പം 0 ചേർത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് കണ്ടെയ്ൻസ് കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻ ഇൻ ദ മീഡിയം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്, അനുദരിക്ക് തിരഞ്ഞെടുത്തത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് വേവ് റിമെയിൻസ് ഇൻവേരിയന്റ് വൈൽ ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് വ്യത്യാസം വരാത്തത്? ഫ്രീക്വൻസി. നമ്മൾ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരില്ല, പക്ഷെ വേവ് ലെങ്തിലും സ്പീഡിലും വ്യത്യാസം വരാം.
One on what factors the speed of the wave depends. Speed depend on എന്തൊക്കെ factor ഇലാസ്റ്റിസിറ്റിയും ഡെൻസിറ്റിയുമാണ്. സോ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം, മീഡിയത്തിന്റെ ഇലാസ്റ്റിസിറ്റി ഡെൻസിറ്റിയുമാണ് ഈ പറയുന്ന വേവിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. സോ ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ സ്പീഡ് ഓഫ് വേവ് ഇൻ ദ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഡിപ്പെൻഡ്സ്. ഒരു വലിച്ചു നിർത്തിയ ഒരു കമ്പി അതിനകത്താണെങ്കിൽ ടെൻഷനാണ്. ടെൻഷൻ നമ്മുടെ ടെൻഷൻ അല്ല, ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. വലിച്ചു നിർത്തിയ കെട്ടി നിർത്തിയ വലിവിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് ആൻഡ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ്. ആ സ്ട്രിങ്ങിന്റെ ഒരു യൂണിറ്റ് ലെങ്ത്തിന്റെ മാസ്, രണ്ട് ഘടകങ്ങളാണ് സ്പീഡിനെ ബാധിക്കുന്നത്. ഓക്കെ. 7. What are longitudinal waves? Already നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നാലും പറയാം. A wave in which the particles of the medium vibrate in the direction parallel to the direction of propagation of wave. പാരൽ നമ്മൾ നേരത്തെ പറഞ്ഞ സൗണ്ട് വേവ്സ് പറഞ്ഞു. ഇങ്ങനെ എന്താണ് കംപ്രസ്ഡ് ഏരിയയും പിന്നെ എന്താണ് റെയർ ഫ്രാക്ഷൻസും, പിന്നെയും കംപ്രസ്ഡ് ഏരിയയും പിന്നെ എന്താണ് റെയർ ഫ്രാക്ഷൻസും. കണ്ടോ, ഇങ്ങനെയുള്ളതാണ് എന്ത് ലോങ്ങിറ്റ്യൂഡൽ വേവ്സ് എന്ന് പറയുന്നത്. സോ അവിടെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് എങ്ങോട്ടാണോ പോകുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. പാർട്ടിക്കിൾ ആ വേവ് പോകുന്ന ഡയറക്ഷനിൽ പോയി എന്റെ റിട്ടേൺ ബാക്ക് വന്നു. കണ്ടോ, പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആണ്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. This creates compressions. ഇപ്പൊ നമ്മൾ കണ്ടു കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ്. ആൾട്ടർനേറ്റീവ്ലി ഒന്നിടവിട്ട് കംപ്രഷൻസ്, റെയർ ഫാക്ഷൻ, ആദ്യം കംപ്രഷൻ പിന്നെ റെയർ ഫാക്ഷൻ, പിന്നെ കംപ്രഷൻ പിന്നെ റെയർ ഫാക്ഷൻ. കണ്ടോ, മർദ്ദം കൂടിയ മേഖല കുറഞ്ഞ മേഖല, കൂടിയ മേഖല കുറഞ്ഞ മേഖല, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്. അങ്ങനെ എക്സാമ്പിൾ കൊടുക്കുക സൗണ്ട് വേവ്സ്. ഓക്കെ. വാട്ട് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്? ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് വെള്ളത്തിലുണ്ടാവുന്ന വേവ്സ്? ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സ് ഇസ് എ വേവ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം vibrate in direction perpendicular to the direction of the propagation of the wave. ഇപ്പൊ വേവ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിന് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവർ മൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കെട്ടിയ കയറിൽ കെട്ടിയ റിബൺ മൂവ് ചെയ്യാനുണ്ടല്ലേ, നമ്മൾ ഈ കയറിനകത്ത് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു എനർജി കയറിലൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ, പക്ഷെ ഈ പാർട്ടിക്കിൾസ് നമ്മൾ കെട്ടിക്കുന്ന റിബൺ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് മുകളിലേക്കും താഴേക്കും പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രി ഉണ്ടാക്കി മുകളിലേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിലൊക്കെ ശ്രദ്ധിച്ച് നമ്മള് കപ്പലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന നില മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആവുന്നല്ലാണ്ട് ഇല അങ്ങോട്ട് സൈഡിലേക്ക് മൂവ് ചെയ്യില്ല. കണ്ടോ? സോ ദാറ്റ് ടൈപ്പ് ഓഫ് വേവ് ഇസ് നോൺ ട്രാൻസ്വേഴ്സ് വേവ്. ദിസ് ക്രിയേറ്റ്സ് ക്രസ്റ്റസ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഫോം. അതിനകത്ത് ഈ മുകളിലുള്ള പോർഷൻസ് നമ്മൾ ക്രസ്റ്റസ് എന്നും താഴെയുള്ളതിനെ നമ്മൾ ട്രഫ് എന്ന് പറയും. എക്സാമ്പിൾ വേവ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ. Define wavelength with reference to the longitudinal waves. Longitudinal waves, അതായത് അനുദൈർഘ്യ തരംഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേവ് ലെങ്തിനെ ഡിഫൈൻ ചെയ്യും. The distance between corresponding points of two consecutive compressions or two consecutive rarefaction is the wavelength of the longitudinal waves. നമ്മൾ ലോങ്ങിറ്റ്യൂഡൽ വേവ്സിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ അവിടെ കംപ്രഷൻസും റെയർ ഫാക്ഷൻസും പിന്നെ കംപ്രഷനും റെയർ ഫാക്ഷൻസും ഇങ്ങനെയാണുള്ളത്. അതായത് കൂടിയ മേഖല, മർദ്ദം കുറഞ്ഞ മേഖല, മർദ്ദം കൂടിയ മേഖല, മർദ്ദം എന്താണ് കുറഞ്ഞ മേഖല. അപ്പോൾ രണ്ട് ഒരേപോലത്തെ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം, അതായത് രണ്ട് കംപ്രഷൻ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് റെയർ ഫാക്ഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു വേവിന്റെ നീളം എന്ന് പറയുന്നത്. Okay, clear? Yes. If frequency of wave is increased, what happens to the wavelength? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും പരസ്പരം ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരാൾ കൂടുമ്പോൾ മറ്റേ കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം സിൻസ് വേവ് ലെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഡിക്രീസസ്. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് തരംഗദൈർഘ്യം കുറയും. ഇനി നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ ടോപ്പിക് 1ന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. Write the difference between transverse waves and longitudinal waves. Transverse waves ഉം longitudinal waves ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചതാണ്. പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ്, അത് വേവ് എങ്ങോട്ട് പോകുന്നു അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവർ മൂവ് ചെയ്യും. നോർമൽ ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്. പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ്, അലോങ് എന്ന് പറഞ്ഞാൽ വേവ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തന്നെ അവര് വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അത് പാരലൽ. ഇവിടെ മുകളിലേക്കും താഴേക്കും ഉണ്ടാകുന്നു. മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ ക്രസ്റ്റ് എന്നും ട്രഫ് ആർ ഫോമില്, താഴെയുള്ള ഭാഗത്തിന് നമ്മൾ ട്രഫ് എന്ന് പറയും. ഇവിടെ കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ്, മർദ്ദം കൂടിയ മേഖല, മർദ്ദം എന്താണ് കുറഞ്ഞ മേഖല. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് എഴുതാം. വേവ്സ് ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇവിടെ സൗണ്ട് വേവ്സ് ഇൻ ദ എയർ ഓർ ഇൻസൈഡ് എ ലിക്വിഡ്. ഇവിടെ 2 മാർക്കിന്റെ 2 ഡിഫറൻസ് എഴുതാം, ഒരു എക്സാമ്പിൾ എഴുതാം. ദാറ്റ്സ് ഓൾ. ഓക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സ്പീഡ് ഓഫ് എ വേവ് ഇൻ എ മീഡിയം ഇസ് 350 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് വേവ് ലെങ്ത് is 7 meter, find the time period of one vibration. So we know that what are the data given? Wave velocity is given. Velocity v is equal to 350 meter per second, and lambda, that is the wavelength is given, lambda 7 meter, and we know that v is equal to f lambda
ഇതിനകത്ത് നമുക്ക് എഫ് കണ്ടെത്താം. എഫ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ലാംഡ താഴേക്ക് എടുത്ത എഫ് സമം വി ബൈ ലാംഡ. സോ പുട്ട് വി ഹിയർ, ലാംഡ ഹിയർ. സോ ഫ്രീക്വൻസി കിട്ടി 50 ഹെർട്സ്. ക്ലിയർ? ഇനി ടൈം പീരീഡ് കാണുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ 1/f. സോ 1/50 ദാറ്റ് ഈസ് 0.02. ഞാൻ പറഞ്ഞു ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ മുകളിൽ 2 കൊണ്ട് ഗുണിക്കുക. സോ ദിസ് ബിക്കം 2/100. ക്ലിയർ? So the answer is 0.02 second. Question number 3. The diagram below shows displacement time graph of a wave traveling in a string with a velocity 20 meter per second. Use the graph to calculate the frequency and the wavelength of the wave. ഇതിനകത്ത് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. From the graph, one wavelength is from 0 to b is equal to time period 0.10 second. അതായത് ഈ ഒരു വേവ് ഇവിടുന്ന് പാസ് ചെയ്ത് ഇവിടെ വരാൻ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 0.10 ആണ്. ദിസ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ D. ക്ലിയർ? സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് തിരിച്ചിട്ടാൽ മതി. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈക്വൽ 1/t. ഫ്രീക്വൻസി 1/t. T is equal to എന്താണ്? 1/f. ഇത് രണ്ടുപേരും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. സോ ഫ്രീക്വൻസി 1/t. സോ 1/0.10 that is equal to 10 hertz. അതെങ്ങനെയാണ് സാർ? 1/0.10 എന്ന് പറഞ്ഞാൽ that is 10/100 ആണ്. ക്ലിയർ? സോ ദിസ് ഇസ് ഈക്വൽ ടു 1 നെ നമ്മൾ 1/1 എന്ന് എഴുതാം, ഇൻറ്റു താഴെയുള്ളത് തിരിച്ചിടാം. ഇറ്റ് ഈസ് 100/10. ഓക്കെ, ഡിവിഷൻ വരും മറിച്ചിട്ട് ഗുണിക്കുക. സോ 0 get cancelled. The answer is 10. So 10 hertz. Given speed of wave. Speed of wave തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. 20 meter per second വേഗതയിലാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ v is equal to 20 meter per second. ആൻഡ് ഫ്രീക്വൻസി നമ്മളിവിടെ കണ്ടെത്തി 10. ഓക്കെ, then what is lambda? Lambda is equal to 20/10. That is equal to 2 meter. Clear? So the answer is 2 meter. But not 2 meter per second. This is only 2 meter, not second. Only 2 meter. Next question. The graph, similar question. The graph below shows the displacement distance graph of a wave traveling in a medium with velocity 40 meter per second. Calculate the frequency and the wavelength of the wave. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാഫിൽ ഷോസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഓഫ് എ വേവ് ട്രാവലിംഗ് ഇൻ എ മീഡിയം വിത്ത് വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ആണെന്നുണ്ട്, വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ഫ്രീക്വൻസി കണ്ടെത്തണം, ആൻഡ് വേവ് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇവിടെ എക്സ് ഇൻ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് 1 മീറ്റർ ആൻഡ് ദിസ് ഇസ് 2 മീറ്റർ. കണ്ടോ? അപ്പൊ ഒരു വേവിന്റെ നീളമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ വേവ് ലെങ്ത് നമുക്ക് ആ ഗ്രാഫിൽ തന്നെ കണ്ടത് ലാംഡ ഇസ് ഈക്വൽ ടു 2 മീറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? So wavelength is 2 meter, speed 40 meter per second, and we know that speed is equal to frequency into wavelength, that is f into 2. Speed is equal to 40 and frequency namukku ariyilla, wavelength ariyan 2. Okay, then frequency is equal to 2 daayikku edutha 40/2 20 hertz. Okay, next question. Stage 2 factors on which the speed of wave traveling in medium depends. We have already discussed cheyidana. Elasticity of the medium capital E and density of the medium D. Then mu is equal to root of E by D. State the difference between light waves and sound waves. Light waves പ്രകാശ തരംഗങ്ങളും ശബ്ദ തരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. These are the electromagnetic waves. നമ്മൾ നേരത്തെ പറഞ്ഞ electromagnetic waves, electric field, magnetic field ഉണ്ടാവും പ്രകാശത്തിന്. Sound waves are mechanical waves, യാന്ത്രിക തരംഗങ്ങളാണ്. They are transverse in nature. അതായത് ഇങ്ങനെയാണോ? ഇവിടെ എന്താണ്? ലോങ്ജിറ്റ്യൂഡൽ നാച്ചർ, കംപ്രഷൻസും റയർഫാക്ഷൻസും. ഇതേ ഫോം ക്രസ്റ്റസ് ആൻഡ് ട്രഫ്. ഇവിടെ മുകളിൽ ക്രസ്റ്റ്, താഴെ ട്രഫ് ഉണ്ടാക്കും. ഇവിടെ എന്താണ്? കംപ്രഷൻസ് ഉണ്ടാക്കും, റയർഫാക്ഷൻസ് ഉണ്ടാക്കും. They do not require material medium for their propagation. That is very important point. അവർക്ക് ഒരു മീഡിയം ആവശ്യമില്ല കടന്നു പോകാൻ. But here a material medium is needed for their propagation. ഇനി അവരുടെ സ്പീഡ് പറയാം. They travel with a speed of 3 ലക്ഷം, എന്താ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഇൻ എയർ ഓർ വക്കം. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. They travel with a speed of 340 മീറ്റർ. വെറും 340 മീറ്റർ സ്പീഡിലാണ് ആര് സഞ്ചരിക്കുന്നത്? ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? Next question. Define the following terms in relation to wave: amplitude, frequency, wavelength and wave velocity. ഓരോന്നും നമ്മൾ ഡിഫൈൻ ചെയ്യണം. First of all, amplitude. It is the maximum displacement of a particle from its mean position. Its unit is meter. അതായത് ഒരു പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷൻ, നമ്മൾ ഊഞ്ഞാലാടി ഉദാഹരണമായിട്ട് ഇവിടെ നിന്നും അത് എവിടം വരെ മാക്സിമം പോകും, തിരിച്ചു വരും. ദാറ്റ് ഈസ് നോൺ ആസ് ദി ആംപ്ലിറ്റ്യൂഡ്. Then frequency. Frequency is the number of vibration in 1 second. ഒരു സെക്കൻഡിലൂടെ കടന്നു പോകുന്ന വേവുകളുടെ എണ്ണം, number of vibrations divided by time taken. That is known as frequency. Its unit is hertz.
Then wavelength. It is the distance between two consecutive particles which are in the same phase of vibration. Its unit is meter. Then wave velocity. Wave velocity is the velocity of the wave by which it propagates in a medium. ഒരു മീഡിയത്തിലൂടെ ചിലപ്പോൾ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് മരത്തിലൂടെ എന്തിലൂടെ ശബ്ദ അല്ലെങ്കിൽ ഏതെങ്കിലും വേവ് കടന്നു പോകുമ്പോൾ അതിന്റെ വേഗതയാണ് വേവ് വെലോസിറ്റി. Its unit is meter per second. Wave velocity equation അറിയാൻ length into wavelength into frequency. That is v is equal to lambda into f. Clear? Question number 8. Calculate the frequency of the wave represented graphically above if it travel a distance of 12 meter in 0.25 second. 0.25 സെക്കൻഡ് കൊണ്ട് അത് 12 മീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ മുകളിലത്തെ വേവിന്റെ ഫ്രീക്വൻസി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രം ദ ഗ്രാഫ് വേവ് ലെങ്ത് 4 മീറ്റർ ആണ്. അതെങ്ങനെ മനസ്സിലായി? കണ്ടോ, ഈ ഒരു വേവിന്റെ നീളം ഇവിടെ വരെ ദാറ്റ് ഈസ് 4 മീറ്റർ ഇസ് ഗിവൺ. ഡിസ്റ്റൻസ് 12 മീറ്റർ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് 12 മീറ്റർ. ടൈം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്. എന്താ ഗ്രാഫിക്കൽ ഫ്രീക്വൻസി റിപ്രസെന്റ് ഗ്രാഫിൽ ഇപ്പോൾ ഇറ്റ്സ് ഡിസ്റ്റൻസ് 12 മീറ്റർ ഇൻ 0.25 സെക്കൻഡ്. So this is 25 seconds. Okay. Wave velocity. Velocity എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂ velocity is equal to frequency by velocity is equal to distance displacement by time. Using this formula, velocity sum displacement by time. Okay. Using that formula, displacement 12 ആണ്. 12 ദൂരം 12 മീറ്റർ ആണ് സഞ്ചരിച്ചത്. Divided by time 0.25. So 48 meter per second velocity കിട്ടി. So velocity formula എന്താ? lambda into f. Velocity 48 കൊടുത്തു. lambda നമുക്കറിയാം 4. ഇതേപോലെ കണ്ടെത്തി. ഓക്കെ, f അവിടെ നിർത്തി. സോ 48 താഴെ 4 എഴുതിയാൽ f കിട്ടും. സോ 48 by 4 that is equal to 12. Clear? Okay. The short answer type question 2-3 മാർക്സിന്റെ ആണ്. ബട്ട് ഇത് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഡെമോ വീഡിയോ ആണ്. സോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ 2018 മുതൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്യും. ഒപ്പം ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമ്മളുടെ റിവിഷൻ നോട്ട് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. നമ്മളിപ്പോൾ നിലവിൽ 500 രൂപ 1000 രൂപ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് 222 പേജിന്റെ ഫിസിക്സിന്റെ റിവിഷൻ നോട്ട് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. സോ പ്ലീസ് ജോയിൻ നൗ. 50 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ. അതിന് മുന്നേ തന്നെ നിങ്ങളോട് തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതിനായിട്ട് അപ്ലിക്കേഷൻ ഫോം റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഈ sunny77888@gmail.com എന്ന് പറയുന്ന ഇമെയിലിലേക്ക് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ വാട്സ്ആപ്പ് 9747977418. താങ്ക് യു.